കേരള അസംബ്ലി 2026 നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇനി ഏതാണ്ട് ഒരു 36 മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. കാരണം ശനിയാഴ്ച രാത്രി ഏതാണ്ട് ഒരു 10 മണിക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അടിയന്തരമായി എടുക്കേണ്ട ഒരു വീഡിയോ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രാത്രി സമയത്തിരുന്നും ഇതെടുക്കുന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട 2 ആളുകൾ, പരിചയക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ 2 പ്രധാനപ്പെട്ട സർവേകൾ കൂടി വന്നിട്ടുണ്ട്. ആ സർവേകളിൽ കുറിച്ച് കൂടി പറയാതെ നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് പൂർണ്ണമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന് മറുനാടൻ ഷാജൻ്റെ, അതായത് മറുനാടൻ മലയാളിയുടെ ഒരു സർവേ വന്നിട്ടുണ്ട്. ആ സർവേ എന്ന് പറയുന്നത് UDF 100 കടക്കുമോ, ആകെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, UDF 100 കടക്കുമോ ഇല്ല എന്നുള്ളതാണ്. ഭരണമൊക്കെ ഏതാണ്ട് അവർ 4 ആഴ്ചകൾക്ക് മുമ്പേ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഈവൻ ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൂടാതെ 100 കടക്കുമെന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ വരാം. പിന്നെ അത് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന AKI സെൻറ്ററിലെ ബ്രാഞ്ച് അംഗമായിരുന്ന KM ഷാജഹാൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് ലേറ്റായിട്ടാണ്. അദ്ദേഹം ഏതാണ്ട് 3 ആഴ്ചകൾക്ക് മുമ്പ് ഇട്ട വീഡിയോ ആണ്. അത് കണ്ടപ്പോഴും ഞാൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ. നിങ്ങളിതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബോധ്യപ്പെടും. ഈ 2 സുഹൃത്തുക്കളും എന്നോട് പിണങ്ങില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ലൈറ്റർ സെൻസിൽ തന്നെ കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ നമ്മളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് അതിൽ ലെവൽ 1 179 രൂപയാണ് പ്രതിമാസം, മറ്റേത് ലെവൽ 2 359 രൂപയാണ്, ലെവൽ 3 700 രൂപയിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്ന മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാമെന്നല്ലാതെ മറ്റു വലിയ ബെനിഫിറ്റുകളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടി പറഞ്ഞോട്ടെ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇത് മന്ത്ലി ഉള്ളൊരു കാര്യമായതുകൊണ്ട് അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ തവണത്തേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റുമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം നമ്മളൊരു ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ താഴെ അക്കൗണ്ട് നമ്പർ കൂടി വെച്ചിട്ടുണ്ട്. ഇത് നടത്തിക്കൊണ്ട് പോകലെന്ന് പറയുന്നത് വലിയ ചിലവുള്ളൊരു പരിപാടിയാണ്. ആ നടത്തിക്കൊണ്ട് പോകാനും കുറേ കൂടി സത്യങ്ങൾ ആളുകളോട് വിളിച്ചു പറയാനും വേണ്ടി കുറേ കൂടി വലിയ രീതിയിലേക്ക് ആക്കണം എന്നുള്ളതും കുറേ ഇൻ്റർവ്യൂസൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് ചോദിക്കുന്നത്, അല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളോട് പറഞ്ഞു വരുന്നൊരു കാര്യം, ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് വീഡിയോ കണ്ടുകൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. അവരുടെയൊക്കെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നിരവധി ആളുകൾ ഇതിനകം തന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എടുത്ത എല്ലാവർക്കും നന്ദി. കൂടാതെ വീഡിയോ കാണുന്നവർക്ക് ഒരുപോലെ നന്ദി. നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. മറ്റേതെങ്കിലും ബിസിനസ് ഹൗസുകളുടെ കയ്യിൽ നിന്നോ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ പണം മേടിച്ചുകൊണ്ടോ ഫണ്ട് മേടിച്ചുകൊണ്ടോ ഒന്നും ഒരു വീഡിയോയും തൽക്കാലം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇനി നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം. അത് എന്ന് പറയുന്നത് മറുനാടൻ ഷാജൻ്റെ, മലയാളിയുടെ ഒരു വലിയ സർവേ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരളം കാത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സർവേയാണ്. വളരെ ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഷാജൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ സർവേ കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ 4-ാം തീയതി നമ്മൾ റിസൾട്ട് പോലും കാണണം എന്നില്ല, അത് നോക്കുക പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇതാണ്, കോൺഗ്രസ് അല്ലെങ്കിൽ UDF 100 കടക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ 100 കടക്കുമോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഷാജൻ തന്നെ പറയുന്നൊരു കാര്യം കേൾക്കാം. ആദ്യമേ ഷാജൻ പറയുന്നത് ഇതൊരു പ്രത്യേകതരം സർവേ ആണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത് എക്സിറ്റ് പോൾ ആണെന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. മറുനാടൻ എക്സിറ്റ് പോൾ 2026 എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെങ്കിൽ കാണാം. അപ്പോൾ അതിൽ ഈ എക്സിറ്റ് പോൾ അല്ല, യഥാർത്ഥത്തിൽ ഇത് എക്സിറ്റ് പോൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഷാജന് തന്നെ പ്രീ പോൾ എന്താണ് അല്ലെങ്കിൽ പോസ്റ്റ് പോൾ എന്താണ് എക്സിറ്റ് പോൾ എന്താണെന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വിട്ടുപോയതുകൊണ്ടായിരിക്കും. അദ്ദേഹം തന്നെ പറയുന്നത് ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു പോളാണ് എന്നുള്ളതാണ്. അതിൻ്റെ സൗണ്ട് ബൈറ്റുകളൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. കുറച്ചുകൂടി രസകരമാണ്. കാരണം നമ്മൾ വലിയ ടെൻഷനിലൊക്കെയാണെന്നറിയാം. ആ ടെൻഷൻ്റെ ഇടക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് കുറേ കൂടി രസകരമായിരിക്കും. എൻ്റെ 2 സുഹൃത്തുക്കളും കുറച്ച് ലൈറ്റർ സെൻസിൽ ഇത് എടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ കഥാപ്രസംഗം കൂടെ ആരംഭിക്കുകയാണ്. നിങ്ങളിത് കേൾപ്പിക്കുകയാണ്. മറുനാടൻ എക്സിറ്റ് പോള് മറ്റ് ചാനലുകളിൽ പോലെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഇതിനകത്ത് എല്ലാ ഏജൻസികളുടെ സഹായം വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ എല്ലാ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒപ്പം തന്നെ നമ്മൾ
ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചു. ഓൺലൈനിൽ അത് ഞങ്ങൾ ആദ്യം ഒരു പ്രവചന മത്സരം നടത്തുന്നുണ്ട്. ഏതാണ്ട് 50 എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് അത് 7 മണി മുതൽ 11 മണി വരെയുള്ള വോട്ടെടുപ്പിനിടയിൽ ആ വോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് എക്സിറ്റായി വരുന്ന ആളുകളെ ഓരോരുത്തരെയും നേരിൽ കാണുകയും അതിലൊരു റാൻഡം സാമ്പിളിംഗ് നടത്തുകയും ആ സാമ്പിളിങ്ങിൽ കുറച്ച് അധികം, അതായത് നമുക്ക് കഴിയാവുന്നത്ര ആളുകളെ നേരിട്ട് കാണുകയും അത് ഓരോരുത്തരും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഫിക്സ് ചെയ്യുന്ന ആളുകളെ കാണുകയും അവരുടെ കയ്യിൽ നിന്ന് അഭിപ്രായം എടുത്തുകൊണ്ട് പറയുകയും ചെയ്യുന്ന സർവേയാണ് സാധാരണ എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത്. പക്ഷേ ഷാജന് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളായതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ റിസൾട്ട് നേരത്തെ അറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാജൻ പറയുന്നത് ഇത് വിവിധ ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട് എക്സിറ്റ് പോളിൽ നിന്നാണ്. അത് ഏതൊക്കെ ഏജൻസികളാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഈ ഓൺലൈനിൽ വന്ന അഭിപ്രായങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്ന കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി എക്സിറ്റ് പോളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും മറുനാടൻ കാണുന്ന പ്രേക്ഷകരായിരിക്കുമല്ലോ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടാവും ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 പവൻ സ്വർണം കിട്ടുമെന്ന് വിചാരിച്ച് പങ്കെടുക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, ഓൺലൈനിൽ വരുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വളരെ വ്യതിരിക്തമായ, എന്നാൽ 4-ാം തീയതി റിസൾട്ട് പോലും നിങ്ങൾ നോക്കേണ്ടാത്ത വിധം വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്നാണ്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ റിസ്ക് ഒക്കെ എനിക്കറിയാം. നാളെ ചിലപ്പോൾ കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷേ കറക്റ്റ് ആയാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ പറയുന്നത് വസ്തുതയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് കൂടി നമുക്ക് കേൾക്കാം ഇതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച്. 36ഓളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് അവസാന ദിവസം ഇന്നലെ കഴിഞ്ഞു. ആളുകളുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷമാകുമ്പോൾ കുറച്ചുകൂടി സത്യസന്ധമായി പ്രതികരിക്കും. കൂടാതെ മറ്റു കുറെ സീറ്റുകൾ നമ്മൾ ആളുകളോട് ചോദിച്ചു. ഇതെല്ലാം കൂടി അതും മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളും ഒക്കെ പരിശോധിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്താണെങ്കിലും ആദ്യത്തേത് എന്ന് പറയുന്നത് ഒന്ന് ഷാജൻ പറയുന്നത് ഇത് എക്സിറ്റ് പോൾ അല്ല, പകരം പോസ്റ്റ് പോൾ സർവേ എന്നൊക്കെ പറയും സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടി വിശ്വാസ്യത കൂടും, ആളുകൾ കുറച്ചുകൂടി ഓപ്പണായിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കും. 36 ചോദ്യങ്ങൾ അവർ ഉത്തരം ഫില്ല് ചെയ്തൊക്കെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഷാജൻ പറയുന്ന അടുത്ത വാചകം ചില സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ആരെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്തതാണോ അതോ ലാബിലൊക്കെ അയച്ച് ടെസ്റ്റ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് കുറച്ചുകൂടി കേൾക്കാം എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. എക്സിറ്റ് പോളിലേക്ക് വരുന്നത്, എക്സിറ്റ് പോളിന്റെ കണക്കിലേക്ക് വരുമ്പോൾ തീർച്ചയായും UDFന് തന്നെയാണ് ഭരണമെന്ന് ആദ്യം തന്നെ പറയാം. തീർച്ചയായും UDFനായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ 2021 ഷാജൻ തുടർ പഠനം പ്രവചിച്ചിരുന്നു എന്നുള്ളതുമാണ് ഷാജൻ അവകാശപ്പെടുന്നത്. ഞാൻ ആ സർവേ കണ്ടിട്ടില്ല, പക്ഷെ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും പക്ഷേ ഇത്തവണ വേറെ ഉറപ്പിൻ്റെ വേറെ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായും തന്നെ അത് UDF ആണ് എന്നുള്ളതാണ്. അവസാനത്തെ കണക്കൊടുവിൽ പറയാം. എന്നാൽ UDFന് മറ്റുള്ളവർ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് രമേശ് അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും കരുതുന്നത്? ഞാൻ അങ്ങനെയാണ്. കേരളത്തിൽ ഞാൻ കോഴിക്കോട് വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ ഞാൻ സഞ്ചരിച്ചിരുന്നു ഈ ദിവസം. എല്ലായിടത്തും ഒരു ഭരണവിരുദ്ധത ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ പല സ്ഥലത്തും ഈ BJP കൂടെയുള്ള രമേശ് എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തെ എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹവും കാസർഗോഡ് വരെ സഞ്ചരിച്ചു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്താണെങ്കിലും മനസ്സിലാക്കി അദ്ദേഹം മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കടക്കം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് അദ്ദേഹം പറയുന്ന ഫൈനൽ റിസൾട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതിന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. LDFന് 37 സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 37 സീറ്റുകൾ, മിക്കവാറും അത് തന്നെ കിട്ടുള്ളൂ. പിന്നെ മാക്സിമം പോയാൽ 57 സീറ്റുകൾ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. മാക്സിമം ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഒരു 37 സീറ്റിലൊക്കെ എത്തി ഒതുങ്ങും LDF എന്നുള്ളതാണ്. രണ്ടാമത്തേത് UDFന് എന്ത് വന്നാലും എത്ര കുറഞ്ഞാലും 80 സീറ്റാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ അത് വേണമെങ്കിൽ 99 വരെ ആകാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലും ചില തമാശകളുണ്ട്. കാരണം ടൈറ്റായിട്ട് 21 മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ജില്ല എടുക്കുമ്പോഴും ടൈറ്റായിട്ടുള്ള മണ്ഡലങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ പറയുന്നത് ടൈറ്റായിട്ടുള്ള മണ്ഡലങ്ങൾ 21 എണ്ണമുണ്ട്. പക്ഷേ 21 എണ്ണത്തിൽ 19 തന്നെ UDFന് കിട്ടുമെന്നാണ്. അങ്ങനെ 19 കിട്ടുമ്പോൾ 99 ആകുമെന്നാണ്. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന രമേശ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് 19 അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 ആകാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 100 കിടക്കാം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഭാഗ്യത്തിന് നമുക്ക് 99 നിൽക്കുന്നു എന്നുള്ളതാണ് എന്നെ നിരാശപ്പെടുത്തുന്നൊരു കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞോടെ. ശരിക്കും ഒരു 100 101 എത്തിക്കാമായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. പിന്നെ BJPയെ എന്താണെങ്കിലും കൈവിടാൻ പറ്റാത്തതുകൊണ്ട് 2 മുതൽ 4 വരെയുള്ള സീറ്റുകൾ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ
തിരുവനന്തപുരത്ത് തന്നെ കാട്ടാക്കടയോ വട്ടിയൂർക്കാവോ അതല്ലാതെ സുധീർ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുധീർ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മറുനാടിൻ്റെ സർവേകളിൽ. എന്താണെങ്കിലും ഇതൊക്കെ നമുക്ക് മെയ് 4 വരെ കാത്തിരുന്ന് കാണാം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഈശ്വര വിശ്വാസിയൊക്കെ അല്ലാത്ത ആളുകൾ പോലും വിശ്വാസിയായി പോകുന്ന ചില ഘട്ടങ്ങളാണത്. കാരണം ദൈവമേ കാത്തോളെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് പിന്നെ എന്തെങ്കിലും ആകട്ടെ, കാരണം ഒരു ചാനൽ നടത്തുന്ന സർവേ ആണല്ലോ, നമ്മൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, എൻ്റെ കടുത്ത നിരാശ എൻ്റെ മുഖത്തില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങലായിട്ടുണ്ട്. 100 സീറ്റുകൾ ഉറപ്പായിട്ടും തന്നെ UDF നേടും എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ എൻ്റെയൊക്കെ പ്രവചനം തെറ്റി സുഹൃത്തുക്കളെ, തെറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അത് വലിയൊരു സന്തോഷത്തോടുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്തായിരുന്ന ഇപ്പം അധികം സംസാരിക്കാനൊന്നും അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിളിക്കാറില്ല. അദ്ദേഹം പിന്നെ അതുമാത്രമല്ല, നമ്മൾ ചില പിണറായി വിരുദ്ധ വാചകങ്ങൾ പറയാത്തതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം വിളിക്കാറില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹം ഷാജഹാൻ സാറാണ്. ഷാജഹാൻ സാറ് VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. AK സെൻറ്ററിലെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹം ഒരു 3 ആഴ്ച മുമ്പ്, ഷാജൻ ഇന്നാണ് പറഞ്ഞതെങ്കിൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു 3 ആഴ്ച മുമ്പ് തന്നെ അത്തരത്തിലുള്ളൊരു റിസൾട്ട് പറഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്, കേൾക്കാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ടെൻഷനും വലിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയിലും ഈ വാക്കുകൾ നിങ്ങൾക്ക് സാന്ത്വനമേകും എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. കണ്ണൂരിൽ ഉറപ്പായി ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ധർമ്മടമോ അല്ലെ കല്യാശ്ശേരിയോ അല്ലെ മട്ടന്നൂരൊക്കെ ഉള്ളൂ. നമ്മള് കാസർഗോഡ് 3-4 സീറ്റുകൾ അവിടെ നിൽക്കട്ടെ. കണ്ണൂർ പോലെ നമ്മൾ ഇങ്ങോട്ടൊന്നും എടുത്തു. കാസർഗോഡ് 3-4 സീറ്റുകളുണ്ട്, അതെന്തായാലും കിട്ടില്ല. അത് മുഴുവൻ UDF എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ബാക്കി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാസർഗോഡൊക്കെ വെറുതെ വിട്ടുകളേണ്ട ഏരിയയാണ്. ഇനി കണ്ണൂരേക്ക് വരാം. കണ്ണൂർ ചെറിയ 1-2 പ്രശ്നങ്ങളുണ്ട് അവിടെ, അതും കൂടി നമുക്ക് കേൾക്കാം. കണ്ണൂരിൽ ഉറപ്പായി ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ധർമ്മടമോ അല്ലെ കല്യാശ്ശേരിയോ അല്ലെ മട്ടന്നൂരൊക്കെ ഉള്ളൂ. ഭാഗ്യം നമ്മുടെ പിണറായി വിജയൻ ജയിക്കോട്ടെ, കാരണം ധർമ്മടത്ത് ജയിക്കും എന്നുള്ളതാണ് ഷാജഹാൻ സാർ തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ധർമ്മടത്ത് പിണറായി വിജയന് പേടിക്കാനില്ല. 2-3 സീറ്റില് ഉറപ്പിച്ച് ജയിക്കുമെന്ന് കണ്ണും കൂട്ടി പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം പ്രശ്നമാണ്. പയ്യന്നൂരിൽ പ്രശ്നമാണ്, തളിപ്പറമ്പിൽ പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്നുകൂടി കാണുന്നത് നന്നായിരിക്കും. പയ്യന്നൂരിൽ പ്രശ്നമാണ്, തളിപ്പറമ്പിൽ പ്രശ്നമാണ്, ബാക്കിയുള്ള പ്രശ്നങ്ങളുള്ള സീറ്റുകളെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. തൃക്കരിപ്പൂരിൽ പ്രശ്നമാണ്, തലശ്ശേരിയിൽ പ്രശ്നമാണ്. അപ്പൊ അപ്പൊ ഏറ്റവും ഉറച്ച സീറ്റ് ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ പോലും ഏറ്റവും ഉറച്ച 3-4 സീറ്റിൽ വലിയ പ്രശ്നമാണ്. കോഴിക്കോടേക്കൊക്കെ വന്നാൽ കോഴിക്കോട് നിന്ന് സീറ്റുകൾ കിട്ടുമോ എന്ന് പോലും സംശയം. അത് തന്നെ, ഒരു സീറ്റ് പോലും അവിടെ കിട്ടാൻ സാധ്യതയില്ല LDF. അല്ല, കിട്ടിയാൽ അവിടെ ഇവിടെയൊക്കെ 1-2 സീറ്റുകൾ ആവാം. അതേത് സീറ്റാണെന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഇപ്പൊ കണ്ണൂർ പിന്നെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര 42 വർഷമായി CPM ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. ആ പേരാമ്പ്രയിൽ CPM തോൽവി ഏതാണ്ട് ഉറപ്പായി എന്നുള്ള നിലയിലല്ലേ ഇപ്പൊ ചർച്ചകൾ നടക്കുന്നത്. അതിൽ സാറിനൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ ഏതാണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. കാരണം തോൽവി ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ TP രാമകൃഷ്ണനൊക്കെ ഇപ്പം തന്നെ വിട്ടു. കാരണം അദ്ദേഹം റിസൾട്ട് പോലും കേൾക്കാൻ നിൽക്കുന്നില്ല. ഫാത്തിമ തെഹലിയ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച വരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ സത്യപ്രതിജ്ഞ ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം മാറ്റി തന്നതിന് വളരെ നന്ദി. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉറച്ച മണ്ഡലമായിരുന്നു പിന്നെ ബേപ്പൂര്. അവിടെയും മരുമകളുടെ സ്ഥിതി പരമദയനീയമാണെന്നുള്ള നിലയിലാണ് ഇപ്പൊ ചർച്ചകൾ. അപ്പൊ കോഴിക്കോടേക്കൊക്കെ വന്നാൽ കോഴിക്കോട് സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒന്നും പറയാൻ പറ്റാത്ത നിലയിൽ ഒരുപക്ഷെ അവിടെ വട്ടപൂജ്യമായാൽ പോലും അത്ഭുതമില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇനി മലപ്പുറത്തേക്ക് വന്നാലോ ഒരു സീറ്റും കിട്ടില്ല. മലപ്പുറത്ത് നിന്ന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. പാലക്കാടേക്ക് വന്നാലോ പാലക്കാടൊക്കെ ചിലപ്പോൾ ഒരു സീറ്റ് എവിടെയെങ്കിലും ഒക്കെ 1-2 സീറ്റ് പരമാവധി ഏതാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ
എന്നെ കൊണ്ട് കഴിയുന്നില്ല. സാധ്യത പാലക്കാട് നിങ്ങൾ അറിയേണ്ടത് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാരണം പാലക്കാട് കിട്ടാൻ സാധ്യതയില്ല. ഇനി കോയമ്പത്തൂരും അല്ല ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാലായി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. മാറ്റല്ല, തൃശ്ശൂരിലും ജയിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ സീറ്റുകളില്ല. എറണാകുളത്തെ അവസ്ഥയോ? എറണാകുളത്ത് അതിന്റെ സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്ന സീറ്റുണ്ടോ? ഇല്ല. പി രാജീവ് ഇതുപോലൊക്കെയുള്ള ആളുകളുടെ സ്ഥിതി പരമദയനീയമാണെന്നാണ് കേൾക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ ജയസാധ്യത തുലം കുറവാണെന്ന് കേൾക്കുന്നു. മറ്റു മണ്ഡലങ്ങളിലൊക്കെ പ്രധാന സ്ഥിതി തിരുവനന്തപുരത്തും എറണാകുളത്തും ഈ പറഞ്ഞ പോലെ ജയിക്കുമെന്ന് കാണിക്കാൻ സീറ്റില്ല. ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിയും. അവിടെ എം മണിക്ക് പോലും ഇടതുപക്ഷം അവിടെ ജയിക്കണം എന്ന് താല്പര്യമില്ല എന്നുള്ള നിലയിലാണ് നമുക്ക്. Only 29 rupees. 6 days Vedic Maths Summer Camp. Don't calculate in a slow way. Enroll course and master clock speed method. ആലപ്പുഴ ജില്ലയിലെ അവസ്ഥ എന്താ? ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു സീറ്റിലാണ്. ഈ രസകരമായ പരിപാടിയൊക്കെ വരുമ്പോൾ ഇതുപോലെ പരസ്യം കൊടുക്കുന്ന യൂട്യൂബുകാരെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചീത്ത പറയുന്നത്. യൂട്യൂബ് പോലും എനിക്ക് വേണ്ട ഇടതുപക്ഷത്തോട് വല്ല ആനുകൂല്യമുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. യുഡിഎഫ് ജയിച്ചെന്ന് നോക്കണം. രമേശ് ചെന്നിത്തല മാത്രമാണ് ആലപ്പുഴയിൽ ജയിച്ച്. ആലപ്പുഴ ജില്ലയിൽ യുഡിഎഫിൽ നിന്ന് ജയിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി. അവിടെ ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അമരപ്പുഴയിലൊക്കെ ജി സുധാകരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത്. പത്തനംതിട്ടയിൽ ശബരിമല പെരുമ്പുള്ള ആഞ്ഞടിക്കുന്നതോടുകൂടി അവിടുത്തെ കാര്യം കട്ടപ്പുകയാവും. കൊല്ലത്ത് മുതൽ തന്നെയാണ് അവസ്ഥ. കൊല്ലത്ത് കഴിഞ്ഞ ഒരു സീറ്റിൽ വിശ്വനാഥ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇത്തവണ ഏതെങ്കിലും ഒരു സീറ്റിൽ CPM ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ അവർക്ക്? എനിക്കറിയില്ല. അവർ പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ ശിവൻകുട്ടി ചിലപ്പോൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ നോക്കുമ്പോ കൊല്ലത്തൊന്നും ശരിക്കും CPM ഇടതുപക്ഷമൊന്നും മത്സരിക്കേണ്ടിയിരുന്നില്ല. പുല്ല് വെറുതെ മത്സരിച്ച് സമയം കളഞ്ഞു ഒരാഴ്ച. അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നമ്മള് നോക്കിയാൽ പിന്നെ വയനാട് ഞാൻ പറഞ്ഞു, വയനാട് 2 സീറ്റ് അവിടുത്തെ കാര്യവും എല്ലാം കണക്കാണ്. സുഹൃത്തുക്കളെ, നമ്മള് നിഷ്പക്ഷമായി നമ്മള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 ഒരു 20-25 സീറ്റൊക്കെ കിട്ടിയാൽ ബാക്കിയെന്നുള്ള നിലയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നു. ആലോചിച്ച് നോക്കിയാണ്. ഒരു ജില്ലയിൽ ഒരു 3 സീറ്റ് വെച്ച് കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ 40 സീറ്റിലേക്ക് പോകാം. അത് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ സീറ്റില്ല. ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഒരു ജില്ലയിൽ 3 സീറ്റ് വെച്ച് കിട്ടിയാൽ 42 സീറ്റാവും. പക്ഷേ ഒരു ജില്ലയിൽ 3 സീറ്റ് വെച്ച് കിട്ടുമ്പോൾ വയനാട് 3 സീറ്റ് 3 കിട്ടേണ്ടി വരും. കാരണം അവിടെ ആകെ 3 സീറ്റേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും സുഹൃത്തുക്കളെ, ഞാൻ ആകെ നിരാശയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാൻ കാര്യം എന്താ? അതിഭീകരമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഞാൻ ഭരണവിരുദ്ധ വികാരം എന്ന് പറയില്ല, അതിഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം കാസർഗോഡ് തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. പിണറായി എന്ന് പറഞ്ഞ നേതാവ് ശരിക്കും അവിടെ വരെ പോലും അല്ല, അത് സാർ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത്. പിണറായി വിരുദ്ധ വികാരം ശരിക്കും പറഞ്ഞാൽ അടിച്ചടിച്ച് ഏതാണ്ട് കന്യാകുമാരിയും പിന്നെ തമിഴ്നാട്ടിലേക്ക് കൂടി ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് ഇനി വേണ്ട. പിണറായി എന്ന നേതാവ് പണി നിർത്തി അവസാനം. ഇത് 3 ആഴ്ച മുമ്പ് തന്നെ ഷാജഹാൻ സാറ് പ്രഖ്യാപിച്ചിരുന്നുണ്ട്. സത്യത്തിൽ എന്നോട് ക്ഷമിക്കണം സാറ്, കാരണം ഇതൊരു ലൈറ്റർ സെൻസിൽ എടുത്താൽ മതി. കാരണം ഈ വീഡിയോ കാണാൻ തന്നെ ഞാൻ കുറച്ച് വൈകി. അതെൻ്റെ അക്ഷന്തിമമായിട്ടുള്ള തെറ്റാണ്. പക്ഷെ ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടെ. പോയിക്കോളൂ എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് തിരുവനന്തപുരം വരെ. പറഞ്ഞു കഴിഞ്ഞു. ഈ സാമുദായിക സമവാക്യം നോക്കിയാൽ മുസ്ലിം ജനസാമാന്യം അതിഭീകരമായി UDF-ന് പുറകിലാണ് നിരന്നിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഒറ്റ വോട്ട് പോലും പുറത്തു പോകാം. ഇതെന്തിനാണ് സാർ ഇപ്പം ഇത് പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ ഇപ്പം 2,16,00,000-ലധികം ആളുകളാണ് വോട്ട് ചെയ്തത്. ആ മുഴുവൻ പേരും തന്നെ അതിഭീകരമായി ഈ പറഞ്ഞ പോലെ പിണറായി വിരുദ്ധ വികാരത്താൽ തിളച്ചു മറിയുകയാണ് എന്നുള്ള കാര്യത്തിൽ അർത്ഥമില്ല, പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇനി അതിൽ മുസ്ലിം സമുദായം അങ്ങനെയാണ്, മറ്റേ സമുദായം അങ്ങനെയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞ പോലെ 73, 78 വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ വീഡിയോ കാണാൻ വേണ്ടി വൈകി, അതിനെന്നോട് ക്ഷമിക്കണം. ഷാജഹാൻ സാറും അതുപോലെ തന്നെ
മറുനാടൻ ഷാജനും ഒക്കെ ഇതൊരു ലൈറ്റർ സെൻസിൽ എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ തെറ്റുകൾ പൊറുക്കുകയും എന്നോട് ക്ഷമിക്കുകയും വേണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ 4-ാം തീയതി റിസൾട്ട് കാണാൻ പോലും ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളത് വ്യസന സമേതം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കട്ടെ. ഒരു 15-16 സീറ്റുകൾ കിട്ടിയാൽ പോലും ഭാഗ്യം എന്നുള്ളതാണ് പറയുന്നത്. ഇനി 20-25 വരെ ഷാജഹാൻ സാറിൻ്റെ ദയവ് മൂലം നമുക്ക് തന്നിട്ടുണ്ട്. ഷാജൻ തന്നേക്കുന്നത് ഒരു 37 സീറ്റാണ്. അടപടലം നമ്മൾ തകർന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടക്കക്കട നടത്തുന്ന പടക്കക്കട നടത്താൻ വേണ്ടി സലീം കുമാർ മറ്റേ മറ്റേ പൈസ കൊടുക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. അതായത് ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ജയസൂര്യയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. അതിൽ പടക്കക്കട കത്തിക്കഴിയുമ്പോൾ സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പടക്കക്കട വിടാ ഗടഫ.